ഇടുക്കി മറയൂർ ചന്ദന റിസർവിൽ പുലിയുടെ സാന്നിധ്യം. നാച്ചുവയൽ കുപ്പനോട ഭാഗത്ത് കണ്ട പുലിയുടെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരു മരത്തിൻ്റെ മുകളിൽ അങ്ങനെ സർവ്വ പ്രൗഢിയോടെ പുലി അങ്ങ് ഇരിക്കുകയാണ്. ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നാണ് സമീപവാസികളുടെ ആശങ്ക. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, ഈ പുലിയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ ആരാണ് ആശങ്കപ്പെടാത്തത്? ഹാഷ്മി, മറയൂർ ചന്ദന റിസർവിൽ സാധാരണയായി അങ്ങനെ പുലിയെ കണ്ടുവരാറുള്ളതല്ല. പ്രദേശത്ത് അങ്ങനെ പുലി ഇല്ലാത്തതാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി ആ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും ഈ പുലിയുടേതിന് സമാനമായിട്ടുള്ള കാൽപ്പാടുകളൊക്കെ കണ്ടിരുന്നു. അതിന്റെ നിരീക്ഷണം വനംവകുപ്പ് നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് വനംവകുപ്പ് വാച്ചർ ഈ പുലിയെ കണ്ടതായി പറയപ്പെടുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറ ദൃശ്യങ്ങളാണ്. അതിൽ കൃത്യമായിട്ട് പുലി തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഒരു മരത്തിന് മുകളിൽ കയറിയിരിക്കുകയാണ്, ഒരു ചന്ദന മരത്തിന് മുകളിൽ കയറിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ പുലി ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഇതിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇതിനെ കൂടുവെച്ച് പിടികൂടി മാറ്റുന്ന തീരുമാനത്തിലേക്കൊന്നും വനംവകുപ്പ് പോയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ആവശ്യം വനംവകുപ്പ് വാച്ചർമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ ചന്ദന റിസർവ് സംരക്ഷണത്തിനായി പോകുന്ന വനംവകുപ്പ് വാച്ചർമാരുണ്ട്. അവർ രാത്രി കാലങ്ങളിലൊക്കെ 1-2 പേരടങ്ങുന്ന സംഘങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് വലിയ തരത്തിൽ ആശങ്കയുണ്ട്. ഈ പുലിയുടെ ആക്രമണം നേരിടേണ്ടി വരുമോ എന്നടക്കമുള്ള ആശങ്ക അവർക്കുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൃത്യമായിട്ടുള്ള നിരീക്ഷണം വനംവകുപ്പ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ഈ ചന്ദന റിസർവിനോട് ചേർന്ന് താമസിക്കുന്ന ജനവാസ മേഖലയിലുള്ള ആളുകളുണ്ട്. അവർക്ക് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട്. കാരണം പുലിയാണ്, അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ ആനയേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണം നടത്തുക. പുലിയെ പിടികൂടാൻ പറ്റുമെങ്കിൽ പിടികൂടി ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ചില വനംവകുപ്പ് വാച്ചർമാരും അത്തരൊരു ആവശ്യം വനംവകുപ്പിന് മുന്നിൽ വെച്ചിട്ടുമുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.